എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT, NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ വിഷയം മുസ്ലിം ലീഗ്. 1906 മുസ്ലിം ലീഗ് രൂപപ്പെട്ടത്. 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വളർന്നുവന്ന വിഭാഗീയവാദമാണ് മുസ്ലിം ലീഗിൻ്റെ ജനനത്തിന് കാരണമായത്. വിദ്യാഭ്യാസം, വാണിജ്യം, വ്യാവസായിക രംഗങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പിന്നോക്ക അവസ്ഥയാണ് പ്രധാനമായും അവരിൽ വിഭാഗീയ ചിന്ത ഉണ്ടാക്കിയത്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പിന്നോക്ക അവസ്ഥ അവരെ മറ്റു വിഭാഗങ്ങളിൽ നിന്നും പിന്നിലാക്കി. കോൺഗ്രസിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങൾക്കിടയിൽ മുളപൊട്ടിയ വിഭാഗീയ ചിന്തയെ ഊട്ടി വളർത്താൻ തുടങ്ങി. സാമൂഹിക പരിഷ്കർത്താവായ സർ സെയ്ദ് അഹമ്മദ് ഖാൻ പോലും മുസ്ലിം വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണുണ്ടായത്. കൂടാതെ ഹിന്ദി ഉറുദു വിവാദവും ബംഗാൾ വിഭജനവും കോൺഗ്രസിലെ തീവ്രവാദികൾ പ്രകടിപ്പിച്ച ഹൈന്ദവ ചായവും മുസ്ലിം വിഭാഗീയതയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. എല്ലാം മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആഗാ ഖാൻ, ധാക്ക നവാബായ സലീമുള്ള, മുഹിൻ ഉൽ മുൽക്ക് എന്നീ മുസ്ലിം പ്രമാണികളാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ആഗാ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം നിവേദക സംഘം 1906 ഷിംലയിൽ ചെന്ന് മീറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കൗൺസിലുകളിൽ കൂടുതൽ പ്രാതിനിധ്യവും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും വേണമെന്നായിരുന്നു അവരുടെ മുഖ്യ ആവശ്യം. നിവേദക സംഘത്തിൻ്റെ ഒരു ഉദ്യാന വിരുന്ന് നൽകി സൽക്കരിച്ച് വൈസ്രോയ് നിവേദകരുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായും യോജിച്ചു. ഷിംല നിവേദനത്തിൻ്റെ വിജയമാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ മുസ്ലിം നേതാക്കളെ പ്രേരിപ്പിച്ചത്. 1906 ഡിസംബർ 30 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും സംഘവും മുസ്ലിം ലീഗ് രൂപീകരിച്ചു. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് കൂറു വളർത്തുക, മുസ്ലിങ്ങൾക്കിടയിൽ രാഷ്ട്രീയ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക, മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഇതര സമുദായങ്ങളും തമ്മിൽ സൗഹൃദം സ്ഥാപിക്കുക. ബ്രിട്ടീഷുകാരുടെ അനുഗ്രഹത്തോടെ നിലവിൽ വന്ന മുസ്ലിം ലീഗിൽ സ്ഥാപിത താൽപ്പര്യക്കാരായ നവാബുമാരും ജമീന്ദാർമാരും പഴയ മുഗൾ പ്രഭുക്കന്മാരുമാണ് മേധാവിത്വം പുലർത്തിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയം കൈവരിച്ച ഏറ്റവും മികച്ച വിജയമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ മുസ്ലിം ലീഗ് വർഗീയതയെ വളർത്തുകയും ഇന്ത്യയുടെ വിഭജനത്തിന് പ്രധാന ഉത്തരവാദിയാവുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.